പ്രിയപ്പെട്ടവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ശ്രുതി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ജെൻസന്റെ മൃതദേഹം ശ്രുതി ചികിത്സയിൽ കഴിയുന്ന കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ എത്തിച്ചത്. അതിവൈകാരികമായിരുന്നു ആരെങ്കിലും. കാലിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലിരിക്കുന്ന ശ്രുതിക്ക് മുന്നിലേക്കാണ് ജെൻസന്റെ ചേതനയേറ്റ ശരീരമെത്തിയത്. പ്രിയപ്പെട്ടവൻ ഇനി ഒപ്പമില്ല എന്നറിഞ്ഞ് ശ്രുതി പൊട്ടിക്കരഞ്ഞു. ബോഡി അവിടെ കൊണ്ടുവന്നു, കുടുംബമായിട്ട് സംസാരിച്ചു. ബോഡി കൊണ്ടുവന്ന സമയത്ത് ശ്രുതിയുടെ രംഗം വൈകാരികമായി. കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ഞാനും കൂടെയുണ്ടെന്ന് പറഞ്ഞും വല്ലാത്ത രംഗമായിരുന്നു. മാനേജ് ചെയ്യാൻ പറ്റിയില്ല. 10 വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ജെൻസന്റെയും ശ്രുതിയുടെയും വിവാഹ നിശ്ചയം. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തം ശ്രുതിയുടെ കുടുംബത്തെ ആകെ തട്ടിയെടുത്തു. അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ 9 ബന്ധുക്കളെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ശ്രുതിക്ക് നഷ്ടമായത്. പകച്ചു നിന്ന ശ്രുതിയെ ജെൻസൻ ചേർത്തു പിടിച്ചു. ദുരന്തമുഖത്തെ ഏറ്റവും ആശ്വാസകരമായ കാഴ്ചയായിരുന്നു കൈകോർത്തു പിടിച്ച് നീങ്ങുന്ന ശ്രുതിയും ജെൻസനും. ഇനി ശ്രുതിക്ക് ആ തണലില്ല. അവളെ ചേർത്തു പിടിക്കേണ്ടത് നമ്മളെല്ലാവരും ചേർന്നാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.